ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാനില്ല എങ്കിൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. നിലവിൽ ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാണാനില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 12 ദിവസമായി കാണാനില്ല എന്നാണ് വ്യാപകമായ ഒരു പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്ന ഈ പോസ്റ്റർ BJPയും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് സത്യാവസ്ഥ എന്ന് പറയണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടതോടുകൂടി അതിന്റെ വാസ്തവം എന്താണെന്ന് വെളിപ്പെടുത്തണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടതോടെ ഒമർ അബ്ദുള്ളയുടെ പിതാവ് ഫറൂഖ് അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ഒമറിന്റെ പൊടി പോലും ഇല്ല എന്ന് ഒമറിന്റെ അടുത്ത അനുയായികൾ തന്നെ പറയുകയാണ്. സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത് നാഷണൽ കോൺഫറൻസ് പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഒരു മുന്നണിയാണ്. കോൺഗ്രസ് ഒമറുമായി ഇടഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് ഒമറിന്റെ അപ്രതീക്ഷിതമാകലിന് ഒരു പ്രധാന കാരണമായി പറയപ്പെടുന്നത്. പല പ്രധാന സർക്കാർ പരിപാടികളിലും ഒമർ വിട്ടുനിൽക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ എക്സ് അക്കൗണ്ടിൽ ഉദ്യോഗസ്ഥർ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മെയ് 11 മുതൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ കാണാനില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു പോസ്റ്റർ BJP ജമ്മു കാശ്മീർ ഘടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിവാദം ശക്തമായത്. അദ്ദേഹം എവിടെയാണെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മെയ് 13 ശേഷം ഒമർ അബ്ദുള്ള ഒരു സർക്കാർ പരിപാടിയിലോ സ്വകാര്യ പരിപാടിയിലോ പരസ്യമായി പങ്കെടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മെയ് 17 ശ്രീനഗറിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒമർ അബ്ദുള്ള അവസാനമായി അധ്യക്ഷത വഹിച്ചത്. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് വിശദമായ ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒമർ അബ്ദുള്ളയുടെ അഭാവത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എക്സിൽ പതിവായി അപ്ഡേറ്റുകൾ പങ്കിടുന്നുണ്ട്. ജമ്മുവിൽ നടന്ന കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വലിയ പൊളിച്ചുമാറ്റൽ യജ്ഞത്തിനിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ അഭാവം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നുണ്ട്. മെയ് 19 പുലർച്ചെ ഈ നീക്കം ആരംഭിച്ച രീതി ഒരു രാഷ്ട്രീയ തിരിച്ചടിക്ക് കാരണമായി. ഇത് നാഷണൽ കോൺഫറൻസിന്റെ ഉന്നതരെ വൻ നാശനഷ്ട നിയന്ത്രണ നടപടികൾ ആരംഭിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വാർത്ത. പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും വനവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയും ഉൾപ്പെടെ നിരവധി മുതിർന്ന പാർട്ടി നേതാക്കൾ പ്രദേശത്ത് താമസിക്കുന്ന ഗുജ്ജാർ അതോടൊപ്പം തന്നെ പക്കർവാൾ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചുവെങ്കിലും അവരെ സമാധാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരുടെ ജീവൻ രക്ഷിക്കാൻ ജമ്മുവിൽ നടന്ന ഒരു പൊളിച്ചുമാറ്റൽ നീക്കത്തിനിടെ വനാവകാശ നിയമത്തിന്റെ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജനകീയ സർക്കാർ ഇതിനകം ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം പോസ്റ്ററുകളോട് പ്രതികരിച്ചുകൊണ്ട് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള വെള്ളിയാഴ്ച BJPക്കെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. കാബി പാർട്ടിക്ക് ഇതിലും മികച്ചതായി ഒന്നും ചെയ്യാനില്ല എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. അവർക്ക് അവരുടേതായ പ്രചാരണങ്ങളുണ്ട്. അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാം. നമ്മൾ അവർക്ക് ഉത്തരം നൽകേണ്ട ആവശ്യമില്ല എന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ജമ്മുവിലെ അസ്ദർബാൽ ദേവാലയത്തിൽ സഭാ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം മുതിർന്ന അബ്ദുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ജമ്മു കാശ്മീരിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പിളർപ്പ് ഉണ്ടെന്ന അഭ്യൂഹങ്ങളും ഫാറൂഖ് തള്ളിക്കളഞ്ഞു. എന്നാലും ഒമർ അബ്ദുള്ള എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കോ അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനോ ഒമർ അബ്ദുള്ളയുടെ അച്ഛനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.